എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. സ്റ്റെനോ ടൈപ്പിസ്റ്റിനത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ എക്സാം എഴുതിയവർ എല്ലാവരും ഒന്ന് പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടും പിന്നെ ഇമെയിലും മെസ്സേജ് വന്നിട്ടുണ്ടാവും. പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് മെസ്സേജ് കാണാൻ പറ്റും. ഓക്കെ, ഇന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഇൻ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, കാറ്റഗറി നമ്പർ 64/2023, അപ്ലോഡ് ഓൺ ഓർ ബിഫോർ 23/11/2024, ക്ലിയർ സ്കാൻഡ് ഇമേജസ് ഓഫ് ദ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ടു യുവർ പ്രൊഫൈൽ ടു പ്രൊവൈഡ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, SLC or 10th, ID proof, Aadhaar, educational qualification as per Gazette notification, equivalent qualification, non-criminal certificate, community certificate, EWS certificate for reservation for employment in public sector undertaking, and service certificate or NOC for service candidates, medical certificate for differently abled candidates, etc. ഓക്കെ, അതായത് ഈ ഇതിലേക്ക് വേണ്ടത് ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻസിൻ്റെ ആണ് സ്കാൻഡ് ഇമേജസ് ചെയ്യേണ്ടത്. ചിലർ ഫോട്ടോസ്റ്റാറ്റ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യരുത്, റിജക്റ്റ് ആയി പോവും. അപ്പോൾ അത് ഒറിജിനൽ ഡോക്യുമെൻസിൻ്റെ തന്നെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് SSLC, ID പ്രൂഫ്, ആധാർ അപ്ലോഡ് ചെയ്യുക. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെത്, EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ ആവശ്യമുള്ളത് അതൊക്കെ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള അതാണെങ്കിൽ ഈ ഒരു മെസ്സേജ് ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഒരു ഇതിൻ്റെ അതായത് റിപ്പോർട്ടർ ഗ്രേഡ് 2 വന്നിട്ടുണ്ട്. അതുപോലെ മുമ്പേ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യേണ്ട, പിന്നെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുകയാണ്. എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നോക്കുക. അതിൽ നമ്മൾ ഹോമിൽ പോയിട്ട് പ്രൊഫൈൽ കൊടുക്കുക. അതിൽ ആഡ് ഓർ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ചിഹ്നവും റെഡ് മാർക്കുള്ള ഒരു ഇൻറ്റു മാർക്കും ആണ് കാണുക. പിന്നെ ഈ ഒരു ഇതിൽ സർട്ടിഫിക്കറ്റിന് സിമ്പലിൽ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലുതാക്കിയിട്ട് ക്ലിയർ ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്കിത് കാണാൻ പറ്റും. ഇത് ഓഫാക്കാൻ പറ്റും. ഇനി അത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്കാണെങ്കിൽ ഇതുപോലെ ഗ്രീൻ ടിക്കാണ് കാണിക്കുക. ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ്. എല്ലാവരും വിട്ടുപോകാതെ തീർച്ചയായിട്ടും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.